നമ്മുടെ ഘടികാരങ്ങൾ ഇന്ന് കൃത്യം 12 കഴിഞ്ഞാൽ അടുത്ത ദിവസത്തിലേക്ക് കടക്കുന്നു. 24 മണിക്കൂർ നീളുന്ന ഒരു ദിവസത്തിൻ്റെ താളം അനുസരിച്ചാണ് മനുഷ്യൻ്റെ ഉറക്കവും ഉണർച്ചയും ജോലി സമയവുമെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ എന്നേക്കുമായി ഈ ക്രമം നിലനിൽക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ ശാസ്ത്രലോകത്തിന് പറയാനുള്ളത് മറ്റൊന്നാണ്. കാലത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മുടെ ഭൂമി അതിൻ്റെ കറക്കത്തിൻ്റെ വേഗത പതുക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാവിയുടെ വിദൂരതയിൽ ഒരു ദിവസം 24 മണിക്കൂറിൽ അവസാനിക്കില്ലെന്നും അത് 25ലേക്ക് നീളുമെന്നും ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. സയൻസ് ഫിക്ഷൻ സിനിമകളിലെ കഥ പോലെ തോന്നാമെങ്കിലും നാം ചവിട്ടി നിൽക്കുന്ന ഈ ഗ്രഹത്തിൻ്റെ ആഴങ്ങളിൽ നടക്കുന്ന വലിയ മാറ്റങ്ങളുടെ പ്രതിഫലനമാണിത്. പ്രപഞ്ചത്തിലെ മഹാശക്തികളും മനുഷ്യൻ്റെ ഇടപെടലുകളും ഒരുപോലെ ഭൂമിയുടെ ഈ താളം മാറ്റുന്നതിൽ പങ്കുവഹിക്കുന്നുണ്ട്. ഭൂമിയുടെ കറക്കം ഒരു നിശ്ചിത വേഗതയിലല്ല നടക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. സൂര്യൻ ആകാശത്ത് ഒരേ സ്ഥാനത്ത് തിരിച്ചെത്താനെടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഒരു സോളാർ ദിവസം എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ സമയം നൂറ്റാണ്ടുകൾ കഴിയുന്തോറും നേരിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സെക്കൻഡുകളുടെയോ അല്ലെങ്കിൽ മിനിറ്റുകളുടെയോ മാത്രമല്ല ഇത്, മറിച്ച് മില്ലി സെക്കൻഡുകളുടെ മാത്രം വ്യത്യാസമാണ് സംഭവിക്കുന്നത്. എങ്കിലും കോടിക്കണക്കിന് വർഷങ്ങളുടെ കാലയളവിൽ ഈ ചെറിയ മാറ്റങ്ങൾ വലിയൊരു മാറ്റത്തിലേക്ക് വഴിമാറുന്നു. ഭൂമിയുടെ ഈ പതർച്ചയുടെ പിന്നിലെ രഹസ്യങ്ങളും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങളും വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. ഭൂമിയുടെ കറക്കം കുറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആകാശത്തെ ചന്ദ്രനാണ്. ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണ വലിവ് സമുദ്രങ്ങളുടെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാക്കുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ ഈ വേലിയേറ്റങ്ങൾ കേവലം വെള്ളത്തിൻ്റെ ഉയർച്ച താഴ്ചകൾ മാത്രമല്ല. സമുദ്രത്തിലെ ജലം ഭൂമിയുടെ ഉപരിതലത്തിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഘർഷണം ഭൂമിയുടെ കറക്കത്തെ പതുക്കെ പിന്നോട്ട് വലിക്കുന്നു. ഒരു കറങ്ങുന്ന പമ്പരത്തിന്മേൽ വിരൽ അമർത്തുമ്പോൾ അതിൻ്റെ വേഗത കുറയുന്നത് പോലെയാണ് ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നത്. ഇതിനെ ടൈഡൽ ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നു. ഈ പ്രക്രിയയുടെ ഫലമായി ഭൂമിയുടെ കറക്കത്തിൻ്റെ ഊർജ്ജം കുറയുകയും ആ ഊർജ്ജം ചന്ദ്രനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. തൽഫലമായി ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഓരോ വർഷവും ഏകദേശം 3.8 സെൻറ്റിമീറ്റർ ദൂരേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി അതിൻ്റെ ശൈശവാവസ്ഥയിൽ ആയിരുന്നപ്പോൾ ഒരു ദിവസം വെറും 6 മണിക്കൂർ മാത്രമായിരുന്നു ദൈർഘ്യം എന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു. പിന്നീട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്താണ് അത് ഇന്നത്തെ 24 മണിക്കൂറിലേക്ക് എത്തിയത്. ഇതേ ഗതി തുടർന്നാൽ ഭാവിയിൽ ഒരു ദിവസം 25 മണിക്കൂറായി മാറുമെന്ന് കേവലം ഊഹാപോഹമല്ല, മറിച്ച് ശാസ്ത്രീയമായ ഒരു വസ്തുതയാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയിലോ ബഹിരാകാശത്തോ ഉള്ള പ്രതിഭാസങ്ങൾ മാത്രമല്ല ഭൂമിയുടെ വേഗതയെ ബാധിക്കുന്നത്. മനുഷ്യൻ്റെ ഇടപെടലുകൾ മൂലം സംഭവിക്കുന്ന ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഭൂമിയുടെ താളത്തെ സ്വാധീനിക്കുന്നു. ഈ കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ്. ഗ്രീൻലാൻഡിലെയും അന്റാർട്ടിക്കയിലെയും ഭീമാകാരമായ മഞ്ഞുമലകൾ ഉരുകുമ്പോൾ ആ വെള്ളം സമുദ്രങ്ങളിൽ അടിയുന്നു. ഇത് ഭൂമിയുടെ പിണ്ഡത്തിൻ്റെ വിതരണത്തിൽ മാറ്റം വരുത്തുന്നു. കറങ്ങുന്ന ഒരു ഐസ് സ്കേറ്റർ തൻ്റെ കൈകൾ പുറത്തേക്ക് വിടർത്തുമ്പോൾ കറക്കത്തിൻ്റെ വേഗത കുറയുന്നത് പോലെ ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ നിന്ന് വെള്ളം മധ്യരേഖാ പ്രദേശങ്ങളിലേക്ക് ഒഴുകുമ്പോൾ കറക്കം കുറയാൻ കാരണമാകുന്നു. നാസയുടെ പര്യവേഷണങ്ങൾ അനുസരിച്ച് ഭൂഗർഭജലത്തിൻ്റെ അമിതമായ ഉപയോഗവും സമുദ്രനിരപ്പ് ഉയരുന്നതും ഭൂമിയുടെ അച്ചുതണ്ടിനെ നേരിയ തോതിൽ ചലിപ്പിക്കുന്നുണ്ട്. 2000 ആണ്ടിന് ശേഷം ഈ പ്രവണതയിൽ വർധനവ് ഉണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രകൃതിദത്തമായ കാരണങ്ങൾ മില്ലി സെക്കൻഡുകളുടെ മാറ്റം വരുത്തുമ്പോൾ മനുഷ്യനിർമ്മിതമായ കാരണങ്ങൾ അതിനെ വേഗത്തിലാക്കുന്നു. നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തിലെ വലിയൊരു ചലനത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിൻ്റെ നേർചിത്രമാണിത്. ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയുള്ള മാറ്റങ്ങളും കറക്കത്തിൻ്റെ വേഗതയെ ബാധിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉള്ളിലെ ദ്രാവകാവസ്ഥയിലുള്ള കാമ്പും മാൻഡിലും തമ്മിലുള്ള നിരന്തരമായ ചലനങ്ങൾ ഭൂമിയുടെ കറക്കത്തിൽ ചെറിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ വ്യതിയാനങ്ങൾ കൃത്യമായി അളക്കാൻ ശാസ്ത്രലോകം അത്യാധുനിക സംവിധാനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ക്യാസറുകൾ എന്ന് വിളിക്കപ്പെടുന്ന വിദൂര പ്രപഞ്ചത്തിലെ റേഡിയോ തരംഗങ്ങളും ആറ്റോമിക് ക്ലോക്കുകളും ഉപഗ്രഹങ്ങളുടെ സഹായത്തോടെയുള്ള ലേസർ രശ്മികളുമെല്ലാം ഈ മാറ്റങ്ങളെ നിരീക്ഷിക്കുന്നു. ജിയോഡസി എന്നറിയപ്പെടുന്ന ഈ ശാസ്ത്രശാഖയ്ക്ക് 120-ലേറെ വർഷത്തെ നിരീക്ഷണ ഡേറ്റ ഇന്ന് ലഭ്യമാണ്. ഭൂമിയുടെ യഥാർത്ഥ കറക്കവും നാം നിശ്ചയിച്ചിട്ടുള്ള 24 മണിക്കൂറും തമ്മിലുള്ള വ്യത്യാസം പരിഹരിക്കാൻ ഇടയ്ക്കിടെ ലീപ് സെക്കൻഡുകൾ ചേർക്കാറുണ്ട്. ഇത് സോളാർ ദിവസവും സിഡീരിയൻ ദിവസവും തമ്മിലുള്ള വ്യത്യാസം ക്രമീകരിക്കാനാണ് ചെയ്യുന്നത്. നക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി ഭൂമി കറങ്ങുന്ന സമയമാണ് സിഡീരിയൻ ദിവസം. ഇത് സോളാർ ദിവസത്തേക്കാൾ 4 മിനിറ്റ് കുറവായിരിക്കും. മെഷീൻ ലേണിംഗ് പോലെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഈ മാറ്റങ്ങൾ കൂടുതൽ കൃത്യതയോടെ വിശകലനം ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ആകാംക്ഷയുള്ള ചോദ്യം ഇതാണ്: എന്നു മുതലാണ് നമുക്ക് 1 മണിക്കൂർ കൂടി അധികമായി ലഭിക്കുക? ഈ മാറ്റം മനുഷ്യായുസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ വരും തലമുറകളുടെ കാലത്തോ സംഭവിക്കുന്ന ഒരു കാര്യമല്ല.
ഓരോ നൂറ്റാണ്ടിലും ദിവസത്തിൻ്റെ ദൈർഘ്യം ഏകദേശം 1.8 മില്ലി സെക്കൻഡ് മാത്രമാണ് വർദ്ധിക്കുന്നത്. ഈ കണക്കനുസരിച്ച് നോക്കിയാൽ ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾ, അതായത് 20 കോടി വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ ഭൂമിയിലെ ഒരു ദിവസം 25 മണിക്കൂർ നീളമുള്ളതാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ കലണ്ടറുകളോ അല്ലെങ്കിൽ ഘടികാരങ്ങളോ മാറ്റേണ്ടി വരുമെന്ന് ആരും ഭയപ്പെടേണ്ടതില്ല. എങ്കിലും ഈ മാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ ഗ്രഹത്തിൻ്റെ പരിണാമത്തെ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ഭൂമി എന്നത് നിശ്ചലമായ ഒരു വസ്തുവല്ല, മറിച്ച് മില്ലി സെക്കൻഡുകൾ തോറും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സജീവ ഗ്രഹമാണ്. പണ്ടുകാലത്ത് ദിനോസറുകൾ ഭൂമിയിൽ വിഹരിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം ഏകദേശം 23 മണിക്കൂർ മാത്രമായിരുന്നു എന്ന് ഫോസിൽ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അന്ന് വർഷത്തിൽ 380ഓളം ദിവസങ്ങൾ ഉണ്ടായിരുന്നു. കാലത്തിൻ്റെ മഹാപ്രവാഹത്തിൽ ഭൂമി കൂടുതൽ ശാന്തമാവുകയും അതിൻ്റെ വേഗത കുറയ്ക്കുകയും ചെയ്യുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. 25 മണിക്കൂർ ദിവസം എന്ന ആലോചന കൗതുകകരമാണെങ്കിലും പ്രായോഗികമായി നമ്മുടെ ജീവിതക്രമത്തെ ഇത് ബാധിക്കില്ല. സ്കൂൾ സമയത്തോ ഓഫീസിലെ തിരക്കിനോ ഈ മാറ്റം ഒരു വ്യത്യാസവും വരുത്തില്ല. എന്നാൽ ഈ പ്രതിഭാസം നമുക്ക് നൽകുന്ന സന്ദേശം ഗൗരവകരമാണ്. പ്രകൃതിയുടെ താളങ്ങൾ എങ്ങനെയെല്ലാം പരസ്പരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചന്ദ്രൻ്റെ അകൽച്ചയും മഞ്ഞുരുകലും സമുദ്രത്തിലെ മാറ്റങ്ങളുമെല്ലാം ചേർന്ന് ഭൂമിയുടെ കറക്കത്തെ സ്വാധീനിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരുമയുടെ തെളിവാണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം മില്ലി സെക്കൻഡുകളുടെ വ്യത്യാസം വരുന്നു എന്നത് നമ്മുടെ ഗ്രഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. പ്രകൃതിയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ബഹിരാകാശത്തെ വലിയ ചലനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാം ജീവിക്കുന്ന ഭൂമി നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങളെ തിരിച്ചറിയുന്നതും ആദരിക്കുന്നതുമാണ് മാനവരാശിയുടെ നിലനിൽപ്പിന് ആധാരം. 1 മണിക്കൂർ കൂടി നമുക്ക് അധികം കിട്ടാൻ നാം കോടിക്കണക്കിന് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെങ്കിലും ഇന്ന് നമുക്ക് ലഭ്യമായ ഓരോ സെക്കൻഡും ഭൂമിയുടെ നിലനിൽപ്പിനായി ഉപയോഗിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഭൂമി പതുക്കെ കിതയ്ക്കുമ്പോൾ അതിൻ്റെ താളം വീണ്ടെടുക്കാൻ സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്.